Today's topic, classification of matter. മാറ്ററിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തത്. മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്. ഈ മിക്സ്ചേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ഇനി മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പാർട്ടിക്കിൾ മിക്സ് ചെയ്യുമ്പോഴാണ് മിക്സ്ചർ ഉണ്ടാവുന്നത്. ആ പാർട്ടിക്കിൾ ഒരു ഫിക്സഡ് റേഷ്യോയിലല്ല നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇനി പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈപ്പ് പാർട്ടിക്കിളെ പ്യുവർ സബ്സ്റ്റൻസിൽ കാണുള്ളൂ. ആ പാർട്ടിക്കിൾസിലെ ആറ്റം തമ്മിൽ ഒരു ഫിക്സഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ചെക്ക് ചെയ്യാം. മാറ്ററെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്. ഈ മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. Pure substance and mixtures. Pure substance contain only one type of particle. Mixtures contain more than one type of particle. Pure substance have fixed composition. Mixtures contain two or more particles in any ratio. ഈ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ എക്സാമ്പിളിലൂടെ. ഫസ്റ്റ് പറഞ്ഞു പ്യുവർ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. എക്സാമ്പിൾ ആയിട്ട് കോപ്പർ. കോപ്പറിൽ ഒരു ടൈപ്പ് പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് കോപ്പർ ആറ്റംസ്. സിൽവറിൽ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് സിൽവർ ആറ്റംസ്. ഗോൾഡ് ഓൾസോ കണ്ടെയ്ൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് ഗോൾഡ് ആറ്റംസ്. Now, water contain one type of particle, that is H2O, that is a particle. അത് മാത്രമേ വാട്ടറിൽ ഉള്ളൂ. Glucose also contain one type of particle, that is C12H22O11. വേറെ ഒരു ടൈപ്പ് പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെയെല്ലാം പ്യുവർ സബ്സ്റ്റൻസസ് എന്നാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹാവ് എ ഫിക്സഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് വാട്ടർ. വാട്ടറിൽ എന്ത് പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ? H2O എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ആ പാർട്ടിക്കിളിലെ ആറ്റംസ് ആണ് ഹൈഡ്രജനും ഓക്സിജനും. ആ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 2:1. അത് ഫിക്സഡ് ആണ്. അതുകൊണ്ടാണ് പ്യുവർ സബ്സ്റ്റൻസ് ഹാവ് ഫിക്സഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഗ്ലൂക്കോസ് എടുത്തു. ഗ്ലൂക്കോസ് എന്തൊക്കെ കൊണ്ടാണ്? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ റേഷ്യോ 12:22:11. അത് ഫിക്സഡ് ആണ്, അത് വേരി ചെയ്തില്ല. അതുകൊണ്ടാണ് ദേ ഹാവ് ഫിക്സഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി മിക്സ്ചേഴ്സ് എടുത്താൽ, മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ആണ് എയർ. ഒരുപാട് പാർട്ടിക്കിൾ മിക്സ് ചെയ്തിട്ടാണ് എയർ ഉള്ളത് അല്ലെ. അതായത് ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ടൈപ്പ് പാർട്ടിക്കിൾ കമ്പൈൻ ചെയ്തിട്ടാണ് എയർ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് എയർ മിക്സ്ചറിന് എക്സാമ്പിൾ ആയത്. ആൻഡ് ഓൾസോ അതൊരു ഫിക്സഡ്, ആ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഫിക്സഡ് റേഷ്യോ ഒന്നുമില്ല. ഇനി ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിനകത്ത് രണ്ട് ടൈപ്പ് പാർട്ടിക്കിൾ ആണുള്ളത്, വാട്ടർ ആസ് വെൽ ആസ് ഷുഗർ. വാട്ടറിലേക്ക് ഷുഗർ മിക്സ് ചെയ്യുമ്പോഴാണ് ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നത്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ടു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് മിക്സ്ചർ. ആൻഡ് ഓൾസോ ഷുഗറും വാട്ടറും ഒരു ഫിക്സഡ് റേഷ്യോയിലല്ല നമ്മൾ മിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് മിക്സ്ചർ ഓഫ് പൾസസ്, ദാറ്റ് ഈസ് നമ്മുടെ സാധാരണ മിക്സ്ചർ. അതിനകത്ത് ഒത്തിരി കണ്ടന്റ് മിക്സ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മിക്സ്ചർ. Now, the constituents of pure substance cannot be separated by simple physical methods. അതായത് ഇപ്പൊ ഗ്ലൂക്കോസ് C12H22O11 അതിനകത്ത് കാർബണിനെയും ഹൈഡ്രജനെയും ഓക്സിജനെയും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ഫിസിക്കൽ മെത്തേഡിലൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട്, സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ മിക്സ്ചറിലെ കമ്പോണൻസിനെ നമുക്ക് സിമ്പിൾ ഫിസിക്കൽ മെത്തേഡിലൂടെ സെപ്പറേറ്റ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് മിക്സ്ചറിലെ കമ്പോണൻസിന് നമുക്ക് ഹാൻഡ് പിക്കിങ്ങിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതായത് മിക്സർ ഓഫ് പൾസസിന് നമുക്ക് ഹാൻഡ് പിക്കിങ്ങിലൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സൊല്യൂഷനെയും സിമ്പിൾ ഫിസിക്കൽ മെത്തേഡിലൂടെ നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. ഫിൽട്രേഷൻ, ക്രിസ്റ്റലേഷൻ, അങ്ങനെ ഡിഫറെന്റ് ഫിസിക്കൽ മെത്തേഡിലൂടെ മിക്സ്ചേഴ്സിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. So matter is divided into two, that is pure substance as well as mixtures. ഇനി മിക്സ്ചേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. അതിന്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. Homogeneous mixtures have uniform composition throughout.
അതായത് എവിടെ നിന്ന് നമ്മൾ എടുത്ത് നോക്കിയാലും ഒരേപോലത്തെ കോമ്പോസിഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ. ഇനി ഹെട്രോജീനിയസ് മിക്സ്ചർ ആണെങ്കിൽ ദേ ഹാവ് ഡിഫറെന്റ് കോമ്പോസിഷൻ അറ്റ് ഡിഫറെന്റ് പ്ലേസ്. പല സ്ഥലത്തും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പല കോമ്പോസിഷൻ ആണെങ്കിൽ അത് ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ. നമ്മൾ ഷുഗർ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നത്. എവിടെ നിന്ന് ഒരു സ്പൂൺ ഷുഗർ സൊല്യൂഷൻ എടുത്ത് നോക്കിയാലും അത് ഒരുപോലെ ഇരിക്കും, കണ്ടന്റും ഒരുപോലെയാണ്. അതുകൊണ്ട് ഇത് ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ സോയിൽ ആൻഡ് സീ വാട്ടർ. ഇത് രണ്ടും പലതും ചേർന്നിട്ടാണ് സോയിലും സീ വാട്ടറും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ പല സ്ഥലത്തു നിന്നും നമ്മൾ എടുത്ത് നോക്കുമ്പോഴും പല കോമ്പോസിഷൻ ആയിരിക്കും, കണ്ടന്റിൽ വേരി ചെയ്യും ഓരോ സ്ഥലത്ത്. അതുകൊണ്ട് ഇത് രണ്ടും ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മുടെ പൾസസിന്റെ മിക്സ്ചർ ആണ്. ഇത് ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണിത്. പല സ്ഥലത്തും നമ്മൾ ഒരു സ്പൂണ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്ന കണ്ടന്റ്സ് ആയിരിക്കത്തില്ല വേറൊരു സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ. അതുകൊണ്ട് ഇത് ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. Okay, pure substance are divided into elements and compounds. നേരത്തെ പറഞ്ഞതാണ്. ഈ എലമെന്റ്സും കോമ്പൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. Elements contain only one type of atoms. ഒരു type of atom മാത്രമാണെങ്കിൽ it is known as an element. Compounds contains more than one type of atoms. More than type of atom കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ it is an example of a compound. ഇനി element ആ പാർട്ടിക്കിൾ, എലമെന്റിന്റെ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പാർട്ടിക്കിളിനെ നമുക്ക് ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഫിസിക്കൽ മെത്തേഡിലൂടെയും പറ്റില്ല, കെമിക്കൽ മീൻസിലൂടെയും പറ്റില്ല. cannot be separated into constituent particle by physical or chemical means. ഈ കോമ്പൗണ്ടിന്റെ പാർട്ടിക്കിളെ നമുക്ക് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും ബൈ കെമിക്കൽ മീൻസ്. അതാണ് can be separated into constituent particles by chemical method. എക്സാമ്പിൾ ആണ്, എലമെന്റിന്റെ എക്സാമ്പിൾ ആണ് ആർഗൺ, AR. എന്നിട്ട് ആർഗൺ ഗ്യാസിൽ ആർഗൺ ആറ്റംസ് മാത്രമേ ഉള്ളൂ. ഇനി ഹൈഡ്രജൻ ഗ്യാസ് H2, അതിൽ 2 ഹൈഡ്രജൻ ആണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അത് രണ്ടും ഒരേ ടൈപ്പ് ആറ്റം അല്ലേ, അതുകൊണ്ട് ഇത് എലമെന്റിന്റെ എക്സാമ്പിൾ ആണ്. നൈട്രജൻ N2, അതും എലമെന്റിന്റെ എക്സാമ്പിൾ ആണ്, ഒരു ടൈപ്പ് ആറ്റേ ഉള്ളൂ. ഓക്സിജൻ O2, അതും എലമെന്റിന്റെ എക്സാമ്പിൾ ആണ്. ഇനി കോമ്പൗണ്ട് CO2, അതായത് കാർബൺ ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ 2 ടൈപ്പ് ഓഫ് ആറ്റം ഉണ്ട്, അതുകൊണ്ട് ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട്. H2O, ഇതിലും 2 ടൈപ്പ് ഓഫ് ആറ്റം ഉണ്ട്, ഹൈഡ്രജൻ ആസ് വെൽ ആസ് ഓക്സിജൻ. NH3യിലും 2 ടൈപ്പ് ഓഫ് ആറ്റം ഉണ്ട്, നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട്. H2SO4, 3 ടൈപ്പ് ആറ്റം ഉണ്ട്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട്. ഇനി നേരത്തെ പറഞ്ഞു ഓക്സിജൻ O2 എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്, ഒരേ ടൈപ്പ് ആറ്റമേ ഉള്ളൂ, അതൊരു പാർട്ടിക്കിൾ ആണ്. ആ പാർട്ടിക്കിളിനെ നമുക്ക് ഫർദർ ആയിട്ട് 2 ഓക്സിജൻ ആറ്റമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, cannot be separated into oxygen atom. അത് കെമിക്കൽ മീൻസിലൂടെയും പറ്റില്ല, ഫിസിക്കൽ മീൻസിലൂടെയും പറ്റില്ല. നേരെ മറിച്ച് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ് H2O എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 2 ഹൈഡ്രജനും ഉണ്ട്, ഒരു ഓക്സിജനും ഉണ്ട്. അതിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ടും ഓക്സിജൻ ആറ്റം ആയിട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ബൈ മീൻസ് ഓഫ് എ കെമിക്കൽ മെത്തേഡ്, ദാറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രോളിസിസ് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പൗണ്ട് ആർ ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റുവന്റ് എലമെന്റ്. എക്സാമ്പിൾ ആയിട്ട് ഒരു കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ് H2O, അതായത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആണ്, ഓക്സിജൻ എന്ന് പറയുന്നതും ഒരു ഗ്യാസ് ആണ്. പക്ഷെ ഫോം ചെയ്ത H2O എന്ന് പറയുന്നത് എന്താണ്? അത് ലിക്വിഡ് ആണ്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്. നോക്കിക്കേ, ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആണ്, ഓക്സിജൻ ഒരു ഗ്യാസ് ആണ്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഫോം ചെയ്തിരിക്കുന്നത്. ആ ഫോം ചെയ്ത വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ആണ്. So, the properties of the compound water are different from its constituent elements, hydrogen as well as oxygen. To summarize here, matters are divided into mixtures and pure substance. Mixtures contain more than one type of particle. Example, sugar solution. Pure substance contain only one type of particle. Example, glucose, hydrogen gas, etc. മിക്സ്ചേഴ്സിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആസ് വെൽ ആസ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്.
Homogeneous mixture have uniform composition throughout. Example, sugar solution. Heterogeneous mixtures have different composition throughout. Example, sand. Now, pure substances are further divided into elements and compounds. Elements contain only one type of atom. Example, hydrogen gas. Compounds contain more than one type of atom. Example, carbon dioxide gas.